ഇതല്ല വർക്കിംഗ് പോയിന്റ് ലൈൻ. ഈ ലൈൻ കാണിക്കുന്ന എത്ര? 28 വേണം പാസ് ചെയ്യാനായിട്ട് വർക്കിംഗ് പോയിന്റ് ലൈൻ, നോട്ട് 25, 28 കിട്ടണം. പിന്നെ ആംഗിളിൽ റൊട്ടേഷൻ നോക്കണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ലെഗ്സ് ഉണ്ട്. അതിൽ ഒരു ലെഗും അടുത്ത ലെഗ് വരുന്നത് ഇവിടെ മേളിലാണ് വരുന്നത്. പക്ഷേ മേളിൽ വരുന്ന തിക്നെസ് കാണുന്നതാണ് നെക്സ്റ്റ് ലെഗ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ആ തിക്നെസ് എങ്ങനെയാണ് കാണുന്നത്? ഡോട്ടഡ് ലൈനിലാണ്. അതായത് ലെഗ് താഴോട്ടാണ് പോകുന്നത്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണത്തില്ല, ലെഗ് താഴോട്ടാണ് പോകേണ്ടത്. നമ്മളുടെ മോഡലിനകത്ത് ഫേം ലൈനാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3Dയിലും പോയി ചെക്ക് ചെയ്ത് നോക്കാം. 3Dയിൽ നോക്കിയാൽ ഇതുണ്ടോ, ലെഗ് മേളിലോട്ട് കിടക്കുന്നത്. നമുക്ക് ലെഗ് താഴോട്ട് വേണം ആസ് പെർ ഡിസൈൻ വരേണ്ടത്. അപ്പോൾ താഴോട്ട് വരുത്താൻ നമുക്ക് റൊട്ടേഷനിൽ ഓരോ ഓപ്ഷൻ, ഇപ്പോൾ ടോപ്പിൽ കിടക്കുന്നത് അടുത്തൊരു ഓപ്ഷനിലോട്ട് മാറ്റിയിട്ട് നോക്ക്. ഞാൻ ബാക്ക് കൊടുത്ത് മോഡിഫൈ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡോട്ടഡ് വന്നിട്ടുണ്ട്. കറക്റ്റ് ഈ സൈഡ് തന്നെ ഡോട്ടഡ് വരണം. നമ്മൾ ഓരോന്നും സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ബോട്ടത്തിലൊക്കെ ഡോട്ടഡ് ലൈൻ വരും. അങ്ങനെ വരരുത്. ലെഗ് വരേണ്ടത് ടോപ്പിൽ തന്നെ ഡിസൈൻ പ്രകാരം ഇവിടെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ വരണം. അപ്പോൾ ഇനി 28 ആക്കണം. ഈ 28 ആക്കാനായിട്ട് നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ മിഡിലല്ലേ കിടക്കുന്നത്, ഈ മിഡിൽ നിന്നും ഇവിടെ വാല്യൂ കൊടുക്കാം. അതായത് 25 ആണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കൊരു 3 mm ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28 വരും. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. നമ്മളിപ്പോൾ +3 കൊടുത്തിട്ട് വെറുതെ 3 എന്ന് പറഞ്ഞ് കൊടുത്ത് മോഡിഫൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് മൂവ് ആയതുണ്ടോ, റീഡ്രോ ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് എഫ് ഞെക്കി ഈ വർക്കിംഗ് പോയിന്റിൽ നിന്നും ഹീൽ വരെയുള്ള ഡിസ്റ്റൻസ് 28. സപ്പോസ് ഇത് ബോട്ടത്തിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ -3 എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 28 കിട്ടിയത്. അപ്പോൾ വർക്കിംഗ് പോയിന്റ് ലൈൻ നമ്മൾ സെറ്റ് ചെയ്തു.